ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ ഡിഷുകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ പോർക്ക് കറിയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ പോർക്ക് കറിയിലേക്ക് ഞാനൊരു സ്പെഷ്യൽ മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മസാല കൂടി ആഡ് ചെയ്തെടുക്കുന്ന പോർക്ക് കറിക്ക് ഇരട്ടി രുചിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ഈ പോർക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു ടൈപ്പ് ഇറച്ചിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിനൊന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി ഞുറുക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 750 ഗ്രാമാണ് ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് തിരുമ്മി പിടിപ്പിക്കാൻ ആവശ്യമായി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളെല്ലാം നല്ലതുപോലെ ഇറച്ചിയിലേക്ക് ഒന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഈ തിരുമ്മി എടുത്തിരിക്കുന്ന ഇറച്ചിയെ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം. കൂടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കാം. മുളകിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടുത്തെ ഇറച്ചിക്ക് നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യം ഈ ഇറച്ചിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിനകത്തേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന ഇറച്ചികളെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇറച്ചി ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് 2 സെറ്റായിട്ടാണ് കേട്ടോ. ഒരുപാട് നമ്മൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, അപ്പോൾ ആ ഒരു മുരിച്ചിൽ കിട്ടുകയില്ല. അപ്പോൾ 2 സെറ്റായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ ശരിക്കും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയിൽ നെയ്യൊക്കെ നല്ലതുപോലെ ഉരുകി ഒന്ന് മൊരിഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി. ഇനി ഇത് നമുക്ക് എണ്ണയില്ലാതെ ഇതിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഈ ഒരു ടൈപ്പ് ഇറച്ചി മാത്രമല്ല കേട്ടോ, നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഇറച്ചിയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതലാണേ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണയില്ലാതെ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ചൂടായിരിക്കുന്ന ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഉള്ളിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിരുന്ന ഓയിൽ കൂട്ട് 1-2 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനും ടേസ്റ്റിനുമായിട്ട് ഞാൻ അധികം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള മസാലയൊന്ന് തയ്യാറാക്കാം. ഞാനത് തയ്യാറാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 സ്പൂണ് കുരുമുളകാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം, ഇനി ഒരു ചെറു കഷ്ണം പട്ട, ഒരു 7-8 ഉലുവയും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് ചെറു ചൂടിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏറ്റവും കൂടി ഇതൊരു 3 മിനിറ്റൊക്കെ ഇതിനൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇത് പൊടിച്ച് കഴിയുമ്പോൾ കറിയിലേക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സുകളിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. ഇപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുത്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് നൈസായിട്ട് പൊടിയാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്തെടുത്തിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ പൊടിയും കൂടി ഒന്ന് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആരും പറയില്ല നമ്മുടെ നാട്ടിലെ കറിയുടെ അതേ രുചി കിട്ടിയിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ മസാലയിൽ കറി ചെയ്തെടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണേ. ഇനി പൊടികളുടെ പച്ചമണം എല്ലാം പോകുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ട് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ചുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റോളം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മൂടിയൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ ഇറച്ചിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല മണമാണ്. നല്ല സോഫ്റ്റ് പരുവത്തിലാട്ടോ ഇറച്ചിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈസ്റ്ററിന് പോർക്കറി വെക്കുമ്പോൾ ഇതുപോലെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കറിയാട്ടോ. ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ എടുക്കാനാണെങ്കിൽ നല്ല അടിപൊളി കോംബോ തന്നെയാട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടെ കമൻറ്റ് ചെയ്യാനും. ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ബൈ.